എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ചേന കൊണ്ടുണ്ടാക്കുന്ന ഫ്രൈഡ് റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1/2 കിലോ ചേനയാണ് എടുത്തിരിക്കുന്നത്. തോല് കളഞ്ഞ ശേഷം ചെറുതായി മുറിച്ചെടുക്കാം. ചേന ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് കുഴയാൻ പാടില്ല, കറക്റ്റ് വേവായിരിക്കണം. കഷ്ണം വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം. കഷ്ണങ്ങൾ മുങ്ങത്തക്ക വിധം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് താഴേക്ക് വരുന്നത് പോലെ ഒഴിച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള മസാല കൂടി റെഡിയാക്കാം. അതിനായി 10-15 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ്. ഒരു 20ഓളം എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി എടുക്കാം. അധികം എടുക്കണ്ട, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും. വല്ലാതെ അരയേണ്ട ആവശ്യമില്ല. കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇതിന് കൂടുതൽ വേവാൻ പാടില്ല. ഇനി ഇത് വെള്ളം ഊറ്റിയെടുക്കാം. പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സവാളയും കറിവേപ്പിലയും ഇടാം. അത്യാവശ്യം കൂടുതൽ തന്നെ കറിവേപ്പില ഇടണം. നന്നായി വഴറ്റാം. സവാള ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ട്രാൻസ്പെറൻ്റ് ആയാലും മതി. ഇത്രയായാലും മതി. ചതച്ച് വെച്ച മസാലയും ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം. കുറേ നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. സവാളയിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ചേനയും ഇടാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഒരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോഴാണ് നല്ല ക്രിസ്പിയായി കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് സൈഡുകളൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നല്ല ബ്രൗൺ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി അരയെടുക്കാം. ഈ ഒരു ഉപ്പേരി മതി ചോറുണ്ണാൻ, അത്ര രുചിയാണ്. ചേന കൊണ്ടുണ്ടാക്കുന്ന ഈ ഫ്രൈഡ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.